നിയാസിനമൈഡ് സിറമാണ് നമ്മുടെ മാർക്കറ്റ്സിലൊക്കെ ഭയങ്കര പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു സിറമാണ് നിയാസിനമൈഡ് സിറം. ഡേം ഡോക്കിൻ്റെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സൊക്കെ പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഡേം ഡോക്കിൻ്റെ. സോ ഇതിൻ്റെ ഒരു 2 ബോട്ടിൽസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. തീർന്നതാണ് കേട്ടോ. 2 ബോട്ടിൽസ് ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലമ്മിൻ്റെ നിയാസിനമൈഡ് ആൻഡ് റൈസ് വാട്ടർ സിറം, ഈ 2 സിറമാണ് ഞാൻ നിയാസിനമൈഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 3 ബോട്ടിൽ ഓഫ് സിറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്കിന്നിന് ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്റ്റീവാണ് നിയാസിനമൈഡ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം എപ്പോഴൊക്കെ ഞാൻ നിയാസിനമൈഡ് സിറം യൂസ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സ്കിൻ കുറച്ചുകൂടെ ബ്രൈറ്റൻ ആവുന്നു. എൻ്റെ ഈ പിമ്പിൾ മാർക്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്ലർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, എനിക്ക് ചുണ്ടിന് ചുറ്റും നല്ല ഡാർക്ക്നെസ് ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരുപാട് കുറവുണ്ട്. ചെറുതായിട്ട് ഉണ്ടെന്ന് എനിക്കറിയാം, ബട്ട് ഒരുപാട് കുറവുണ്ട്. ഇതൊക്കെ എനിക്ക് നിയാസിനമൈഡ് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ച് മാറുന്നതായിട്ട് ഫീൽ ചെയ്തത്. ആൻഡ് എൻ്റെ സ്കിന്ന് കുറച്ചൊരു ഗ്ലോ, ബ്രൈറ്റൻ ആൻഡ് ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നിയാസിനമൈഡ് എന്ന് പറയുമ്പോൾ നിയാസിനമൈഡ് സിറം എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും തന്നെ മാച്ചായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിറമാണ്. അതായത് ഓയിലി ആയിക്കോട്ടെ, ആക്നെ പ്രോൺ ആയിക്കോട്ടെ, സെൻസിറ്റീവ് ആയിക്കോട്ടെ, ഡ്രൈ സ്കിൻ ആയിക്കോട്ടെ, എല്ലാ സ്കിന്നിനും സെറ്റായി പോകുന്ന ഒരു ടൈപ്പ് ഓഫ് സിറമാണ് നിയാസിനമൈഡ് സിറം. നമ്മൾ നൈറ്റ് ആൻഡ് മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. മോർണിംഗ് ഇടുമ്പോൾ ഒരു കാര്യം മറക്കാതെ ശ്രദ്ധിക്കുക, സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്തിരിക്കുക. ആൻഡ് നമ്മളൊരു 2-3 ഡ്രോപ്സ് എടുക്കുക ആൻഡ് അപ്ലൈ ചെയ്യുക. ടോണർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ ഇട്ടതിന് ശേഷം ഇത് യൂസ് ചെയ്യുക. വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ്, ഈ പറഞ്ഞ സിറത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറമാണ്. എല്ലാ ബ്രാൻഡിൻ്റെയും നമുക്ക് സെറ്റ് ആവണമെന്നില്ല, കാരണം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് മാറ്റം ഉണ്ടാവും. നിയാസിനമൈഡ് ആയിരിക്കും മെയിൻ കോൺസെൻട്രേറ്റ് ആയിട്ട് വരുന്നെങ്കിൽ പോലും എല്ലാ ബ്രാൻഡിൻ്റെയും നിയാസിനമൈഡ് സെറ്റ് ആവുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഡേം ഡോക്കിൻ്റെ അടിപൊളിയായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ ഈ പ്ലമ്മിൻ്റെയും നല്ലതായിരുന്നു. എനിക്ക് രണ്ടും ഏകദേശം സിമിലർ പോലെയാണ് തോന്നിയത്. സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പോലെയും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ.